ഹലോ ഗേയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ. ഉള്ളി മാത്രമല്ല, തക്കാളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, വറ്റൽമുളകുണ്ട്, പിന്നെന്താണ് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ കേട്ടോ. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ചെറിയൊരു ജാറിലിട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ നല്ല പോലെ അരച്ചെടുക്കും. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ ഒരു കടായി എടുത്ത്, ആ കടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഞാൻ സോയാബീനും 1-2 കഷ്ണം ഉരുളക്കിഴങ്ങും കൂടെ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സെയിം കടായി തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിലേക്ക് കുരുമുളക്, കറുവപ്പട്ട, ഗ്രാമ്പൂ, പിന്നെന്താ ഏലക്ക, ബേലീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ആഡ് ചെയ്യാം. അതും കൂടെ ഇട്ടിട്ട് സോട്ട് ചെയ്തിട്ട് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് അങ്ങോട്ടും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. കാരണം ഇതൊന്ന് തിക്കായിട്ട് വരുമ്പോൾ വേണം നമ്മൾ ആ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സോയാബീൻ്റെ പിന്നെന്താ ഉരുളക്കിഴങ്ങും കൂടെ ഇടാനായിട്ട്. അത് നല്ല ഡീപ്പ് റോസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഉരുളക്കിഴങ്ങ് ഞാൻ കുറച്ച് നേരം ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം കുറച്ച് നേരം സോയാബീൻ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ ഈ മിക്സ് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ലേശം ഉപ്പും ഒരു നുള്ള് ഗരം മസാലയും പെപ്പറും കൂടെ ഇട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് അടച്ച് വയ്ക്കാം. ഇനി ഇത് വെന്ത് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ ഉള്ളിയോ ക്യാപ്സിക്കോ ഇതുപോലെ ക്യൂബായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ക്രഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടി കസ്തൂരി മേത്തി ആഡ് ചെയ്യാം. പിന്നെ ക്രീമി ടെക്സ്ചർ കിട്ടണമെങ്കിൽ ഫ്രഷ് ക്രീമോ പിന്നെ പുളിയില്ലാത്ത നല്ല തിക്ക് കേടോ എന്തെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ എപ്പോഴും സോയാബീൻ ഈ ചിക്കനും ബീഫൊക്കെ വെക്കണ പോലെ വെക്കുക. അപ്പോൾ ഇങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ കൊള്ളാൻ രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ടൈം ഇവിടെ ട്രൈ ചെയ്താട്ടോ. അപ്പോൾ ശരിയാവുകയാണെങ്കിൽ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായി. അപ്പോൾ ഇത് ചപ്പാത്തി, അപ്പം, അതുപോലെ തന്നെ പൊറോട്ട, ഗീ റൈസ് എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുക. ഇതിന് പകരം കോളിഫ്ലവർ ഇട്ടിട്ടും ട്രൈ ചെയ്യാം കേട്ടോ.